ഇന്ത്യൻ ക്രിക്കറ്റ് ചരിത്രത്തിൽ അപൂർവങ്ങളിൽ അപൂർവമായ ഒരു മുഹൂർത്തത്തിനാണ് കളിക്കളം ഒരുങ്ങുന്നത്. IPL ലേലത്തിൽ രാജസ്ഥാൻ റോയൽസ് 1.10 കോടി രൂപയ്ക്ക് സ്വന്തമാക്കിയതോടെ ലോകശ്രദ്ധ നേടിയ 14-കാരൻ വൈഭവ് സൂര്യവംശിക്ക് മറ്റൊരു വലിയ ഉത്തരവാദിത്തം കൂടി ലഭിച്ചിരിക്കുന്നു. അണ്ടർ-19 ലോകകപ്പിന് മുന്നോടിയായി ദക്ഷിണാഫ്രിക്കയിൽ നടക്കുന്ന ഏകദിന പരമ്പരയിൽ ഇന്ത്യൻ കൗമാരപ്പടയെ നയിക്കാനുള്ള നിയോഗം ഈ കൊച്ചുമിടുക്കനെ തേടിയെത്തിയിരിക്കുകയാണ്. ഇന്ത്യൻ അണ്ടർ-19 ടീമിന്റെ സ്ഥിരം ക്യാപ്റ്റൻ ആയുഷ് മാത്രയ്ക്ക് പരിക്കേറ്റ സാഹചര്യത്തിലാണ് വൈഭവ് സൂര്യവംശി നായകസ്ഥാനത്തേക്ക് എത്തുന്നത്. വെറും 14 വയസ്സ് മാത്രം പ്രായമുള്ളപ്പോൾ അണ്ടർ-19 ദേശീയ ടീമിനെ നയിക്കുക എന്ന ചരിത്രപരമായ നേട്ടമാണ് വൈഭവിനെ കാത്തിരിക്കുന്നത്. സഞ്ജു സാംസൺ നയിക്കുന്ന രാജസ്ഥാൻ റോയൽസിലെ ഏറ്റവും പ്രായം കുറഞ്ഞ താരമാണ് വൈഭവ്. ഇപ്പോൾ നീലക്കുപ്പായത്തിൽ നായകനായി അരങ്ങേറാൻ ഒരുങ്ങുമ്പോൾ ക്രിക്കറ്റ് ലോകം ആകാംക്ഷയോടെ ഒറ്റുനോക്കുകയാണ്. 2026 ICC അണ്ടർ-19 ലോകകപ്പ് ലക്ഷ്യമിട്ട് BCCI ജൂനിയർ സെലക്ഷൻ കമ്മിറ്റി പ്രഖ്യാപിച്ച ടീമിലെ നായകൻ മുംബൈയിൽ നിന്നുള്ള യുവതാരം ആയുഷ് മാത്രയായിരുന്നു. എന്നാൽ ദക്ഷിണാഫ്രിക്കൻ പര്യടനത്തിന് തൊട്ടുമുമ്പ് ആയുഷിന് കൈത്തണ്ടയിൽ പരിക്കേറ്റത് ടീം ഇന്ത്യക്ക് തിരിച്ചടിയായി. ഇതോടെയാണ് ലോകകപ്പിന് മുന്നോടിയായുള്ള സന്നാഹ പരമ്പരയിൽ ടീമിനെ നയിക്കാൻ വൈഭവ് സൂര്യവംശിയെ സെലക്ടർമാർ തിരഞ്ഞെടുത്തത്. ക്യാപ്റ്റൻ മാത്രമല്ല, ടീമിന്റെ വൈസ് ക്യാപ്റ്റനായി നിശ്ചയിച്ചിരുന്ന വിഹാൻ മൽഹോത്രയ്ക്കും പരിക്കേറ്റു എന്നത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇരട്ട പ്രഹരമായി. ഇതോടെയാണ് നായകനായി വൈഭവ് സൂര്യവംശിയെയും വൈസ് ക്യാപ്റ്റനായി ആരോൺ ജോർജിനെയും നിയമിക്കാൻ BCCI തീരുമാനിച്ചത്. ലോകകപ്പ് ആരംഭിക്കുമ്പോഴേക്കും ആയുഷും വിഹാനും കായികക്ഷമത വീണ്ടെടുത്ത് ടീമിൽ തിരിച്ചെത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതുവരെ ദക്ഷിണാഫ്രിക്കൻ മണ്ണിൽ ഇന്ത്യയുടെ അമരക്കാരൻ ഈ 14-കാരൻ തന്നെയായിരിക്കും. ബീഹാർ ക്രിക്കറ്റിൽ നിന്നുള്ള ഈ ഇടംകയ്യൻ ബാറ്റ്മാൻ ഇതിനോടകം തന്നെ റെക്കോർഡ് ബുക്കുകളിൽ ഇടം പിടിച്ച താരമാണ്. ആധുനിക ക്രിക്കറ്റിലെ വണ്ടർ കിഡ് എന്നാണ് വൈഭവ് വിശേഷിപ്പിക്കപ്പെടുന്നത്. 12-ാം വയസ്സിൽ രഞ്ജി ട്രോഫിയിൽ അരങ്ങേറ്റം കുറിച്ച് ചരിത്രം സൃഷ്ടിച്ച വൈഭവ് ഈ വർഷം ഓസ്ട്രേലിയൻ അണ്ടർ-19 ടീമിനെതിരെ നടന്ന ടെസ്റ്റ് മത്സരത്തിൽ വെറും 58 പന്തിൽ സെഞ്ചുറി നേടി ഏവരെയും ഞെട്ടിച്ചിരുന്നു. അന്താരാഷ്ട്ര തലത്തിൽ പ്രായത്തിനേക്കാൾ കവിഞ്ഞ പക്വതയും ബാറ്റിംഗ് മികവും പ്രകടിപ്പിക്കുന്ന വൈഭവിനെ തേടി IPL കരാർ എത്തിയത് സ്വാഭാവികമായ കാര്യമായിരുന്നു. രാജസ്ഥാൻ റോയൽസ് ലേലത്തിൽ 1.10 കോടി രൂപ മുടക്കി ഈ 14-കാരനെ സ്വന്തമാക്കിയത് അവന്റെ പ്രതിഭയിലുള്ള വിശ്വാസം കൊണ്ടാണ്. ഇപ്പോൾ ആ വിശ്വാസം BCCIയും ഊട്ടിയുറപ്പിക്കുന്നു. മുതിർന്ന താരങ്ങൾ അടങ്ങുന്ന അണ്ടർ-19 ടീമിനെ 14-കാരനായ വൈഭവ് നയിക്കുമ്പോൾ അത് അവന്റെ നേതൃപാടവത്തിനുള്ള അംഗീകാരം കൂടിയാണ്. ലോകകപ്പിനൊരു ഡ്രസ് റിഹേഴ്സൽ. ജനുവരി 3 മുതൽ ദക്ഷിണാഫ്രിക്കയിലെ ബെനോനിയിലാണ് 3 മത്സരങ്ങൾ അടങ്ങിയ ഏകദിന പരമ്പര ആരംഭിക്കുന്നത്. ലോകകപ്പിന് മുന്നോടിയായി ടീം ഇന്ത്യക്ക് ലഭിക്കുന്ന ഏറ്റവും മികച്ച പരിശീലന അവസരമാണിത്. ദക്ഷിണാഫ്രിക്കൻ പിച്ചുകളിലെ പേസും ബൗൺസും നേരിടാൻ ഈ പരമ്പര ഇന്ത്യൻ യുവതാരങ്ങളെ സഹായിക്കും. ഈ പരമ്പരയിൽ വൈഭവ് സൂര്യവംശിക്ക് ഇരട്ട വെല്ലുവിളിയാണുള്ളത്. 1. ഓപ്പണിംഗ് ബാറ്റർ എന്ന നിലയിൽ ടീമിന് മികച്ച അടിത്തറയിടുക. 2. നായകൻ എന്ന നിലയിൽ ടീമിനെ ഒത്തൊരുമയോടെ നയിക്കുക. തന്നേക്കാൾ പ്രായം കൂടിയ കളിക്കാരെ നയിക്കുമ്പോൾ വൈഭവ് കാണിക്കുന്ന പക്വതയാകും ക്രിക്കറ്റ് പണ്ഡിതർ നിരീക്ഷിക്കുക. ഈ പരമ്പരയിലെ പ്രകടനം വൈഭവിന്റെ കരിയറിൽ നിർണായകമാകും. ദക്ഷിണാഫ്രിക്കൻ പരമ്പരയ്ക്ക് ശേഷം ജനുവരി 15 മുതൽ ഫെബ്രുവരി 6 വരെ സിംബാബ്വേയിലും നമീബിയയിലുമായിട്ടാണ് 2026 അണ്ടർ-19 ലോകകപ്പ് നടക്കുന്നത്. നിലവിലെ ചാമ്പ്യന്മാരായ ഓസ്ട്രേലിയയോട് കഴിഞ്ഞ ഫൈനലിലേറ്റ തോൽവിക്ക് പകരം വീട്ടാൻ ഇന്ത്യക്ക് ലഭിക്കുന്ന അവസരമാണിത്. ആയുഷ് മാത്രം തിരിച്ചെത്തിയാൽ വൈഭവ് വൈസ് ക്യാപ്റ്റൻ സ്ഥാനത്തേക്ക് മാറിയേക്കാം, അല്ലെങ്കിൽ ഒരു പ്രധാന ബാറ്ററായി തുടരും. എങ്കിലും ലോകകപ്പ് സ്ക്വാഡിലെ ഏറ്റവും പ്രായം കുറഞ്ഞ താരം എന്ന വിശേഷണത്തോടെയായിരിക്കും വൈഭവ് ഇറങ്ങുക. രാഹുൽ ദ്രാവിഡിന്റെയും വിരാട് കോഹ്ലിയുടെയും രവീന്ദ്ര ജഡേജയുടെയും ശുഭ്മാൻ ഗില്ലിന്റെയും പാത പിന്തുടർന്ന് അണ്ടർ-19 ലോകകപ്പിലൂടെ വളർന്നു വരാൻ വൈഭവിന് മുന്നിൽ വലിയൊരു വേദിയുണ്ട്. ആരോൺ ജോർജ് പുതിയ ഉപനായകൻ. വൈഭവിനൊപ്പം ശ്രദ്ധേയമാകുന്ന മറ്റൊരു പേരാണ് ആരോൺ ജോർജ്. വിഹാൻ മൽഹോത്രയ്ക്ക് പരിക്കേറ്റതിനെ തുടർന്ന് വൈസ് ക്യാപ്റ്റനായി തിരഞ്ഞെടുക്കപ്പെട്ട ആരോൺ മധ്യനിരയിലെ വിശ്വസ്തനാണ്. വൈഭവിനൊപ്പം ചേർന്ന് ടീമിനെ മുന്നോട്ട് നയിക്കാൻ ആരോണിന് സാധിക്കുമെന്നാണ് സെലക്ടർമാരുടെ വിലയിരുത്തൽ. രാജസ്ഥാൻ റോയൽസിനും അഭിമാനം. വൈഭവ് സൂര്യവംശി ഇന്ത്യൻ നായകനാകുന്നു എന്ന വാർത്ത ഏറ്റവും കൂടുതൽ സന്തോഷിപ്പിക്കുന്നത് രാജസ്ഥാൻ റോയൽസ് ആരാധകരെയാണ്. സഞ്ജു സാംസണിന്റെ നേതൃത്വത്തിൽ യുവതാരങ്ങൾക്ക് എന്നും അവസരം നൽകുന്ന ഫ്രാഞ്ചൈസിയാണ് രാജസ്ഥാൻ. യശസ്വി ജയ്സാളും ധ്രുവ് ജുറലും റിയാൻ പരാഗുമെല്ലാം വളർന്നു വന്ന അതേ പാതയിലൂടെ വൈഭവും സഞ്ചരിക്കുമ്പോൾ റോയൽസ് കുടുംബത്തിന് അത് അഭിമാന നിമിഷമാണ്. അടുത്ത IPL സീസണിൽ വൈഭവ് രാജസ്ഥാൻ ജേഴ്സിയിൽ ഇറങ്ങുമ്പോൾ
ഗാലറിയിൽ ക്യാപ്റ്റൻ എന്ന വിളി മുഴങ്ങിക്കേൾക്കാൻ സാധ്യതയുണ്ട്. ക്രിക്കറ്റ് റെക്കോർഡുകൾ തിരുത്തിയെഴുതാനുള്ളതാണെന്ന് വൈഭവ് സൂര്യവംശി ഓരോ നിമിഷവും തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. 12-ാം വയസ്സിൽ രഞ്ജി, 13-ാം വയസ്സിൽ സെഞ്ചുറി, 14-ാം വയസ്സിൽ IPL കരാർ, ഇപ്പോഴിതാ 14-ാം വയസ്സിൽ ഇന്ത്യൻ ക്യാപ്റ്റൻസി. അതൊരു അവിശ്വസനീയമായ യാത്രയാണ്. സച്ചിൻ ടെണ്ടുൽക്കറിനെ പോലെ വളരെ ചെറുപ്പത്തിൽ തന്നെ അത്ഭുതങ്ങൾ സൃഷ്ടിച്ച ഈ ബാലൻ ഇന്ത്യൻ ക്രിക്കറ്റിന്റെ ഭാവി വാഗ്ദാനമാണ്. ദക്ഷിണാഫ്രിക്കയിലെ ബനോനിയിൽ ജനുവരി 3-ന് വൈഭവ് ടോസിനായി ഇറങ്ങുമ്പോൾ അത് വെറുമൊരു മത്സരത്തിന്റെ തുടക്കമല്ല, മറിച്ച് ഒരു യുഗത്തിന്റെ ആരംഭം കൂടിയായിരിക്കാം. പരിക്കുകൾ ടീമിനെ വലയ്ക്കുമ്പോഴും വൈഭവ് എന്ന കൗമാരക്കാരന്റെ തോളിലേറി ഇന്ത്യ ജയിച്ചു കയറുമെന്ന് നമുക്ക് പ്രത്യാശിക്കാം.